മാനവഹൃത്തിൻ ജില്ലയിലെല്ലാം മാൺപുകൾ ഇടരട്ടെ. സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണ്ണാഭ പരന്നാൽ. നമ്മുടെ പിഞ്ചോമനകൾ സാധ്യതകളുടെ വിഹായസിലേക്ക് പറന്നുയരുന്നതിന് പൊതുമേഖലയിലെ സ്കൂളുകളുടെ നവീകരണവും പുനരുദ്ധാരണവും അതിപ്രാധാന്യമാണെന്ന് തിരിച്ചറിഞ്ഞ് പി നന്ദകുമാർ MLA നിരവധി പദ്ധതികൾക്കാണ് നേതൃത്വം നൽകിയത്. നൂറ്റാണ്ടുകാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച ചെറുവായ്ക്കര GUP സ്കൂൾ 2020 കൂടിയാണ് പൊന്നാനി നഗരസഭയുടെ സഹകരണത്തോടെ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കിയത്. ഇവിടെ അത്യാധുനിക കെട്ടിടം യാഥാർത്ഥ്യമാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കാണ് MLA നേതൃത്വം നൽകിയത്. 1207.82 ചതുരശ്ര വിസ്തീർണമുള്ള ആധുനിക കെട്ടിടമാണ് ഇവിടെ ഉയരുന്നത്. 3 നിലകളിൽ ആധുനീകരിച്ച ക്ലാസ് മുറികളും ലൈബ്രറിയും ലിഫ്റ്റ് സൗകര്യങ്ങളുമെല്ലാം അടങ്ങിയിട്ടുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. വയൽ പ്രദേശമായതിനാൽ 36 മീറ്ററോളം താഴ്ചയിൽ കോൺക്രീറ്റ് പൈൽ നിർമ്മിച്ചാണ് ഈ കെട്ടിടം ഇവിടെ ഉയരുന്നത് എന്നതിനാൽ നേരത്തെ അനുവദിച്ച തുകയുടെ ഭൂരിഭാഗവും ചെലവഴിക്കേണ്ടി വന്നു. എന്നാൽ ഇത് മറികടക്കാൻ പി നന്ദകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 കോടി രൂപ കൂടി അനുവദിച്ചാണ് പുതിയ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നത്. കടവനാട് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ മുഖച്ഛായ മാറിയത് ഇതേ കാലഘട്ടത്തിലാണ്. ഇവിടെയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാവുകയാണ്. 3 നിലകളിലായി 936 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ആധുനിക കെട്ടിടമാണ് വിഭാവനം ചെയ്യുന്നത്. ഇവിടെയും ചെറുവായ്ക്കര സ്കൂളിന് സമാനമായി ഫൗണ്ടേഷന് വേണ്ടിയുള്ള കോൺക്രീറ്റ് പൈൽ നിർമ്മിക്കുന്നതിന് നേരത്തെ അനുവദിച്ച തുകയുടെ വലിയ ഭാഗം ചെലവഴിക്കേണ്ടി വന്നപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ 2025-26 1 കോടി രൂപ കൂടി അനുവദിച്ചെടുക്കുന്നതിന് MLA നേതൃത്വം നൽകി. ഇതേ സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്ക് 22 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു. കൂടാതെ പുതുപൊന്നാനി ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിന് 1 കോടി 58 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായതും ഇക്കാലയളവിലാണ്. പൊന്നാനി ടൗൺ GMLP സ്കൂളിന് 1.32 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കി. കടവനാടിലെ തന്നെ ഗവൺമെന്റ് LP സ്കൂളിന് 2 കോടി 24 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം പൂർത്തിയാക്കിയത്. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപ അനുവദിച്ച് പ്രസ്തുത കെട്ടിടം നാടിന് സമർപ്പിച്ചു. മാറഞ്ചേരി സ്കൂളിലെ തന്നെ മറ്റൊരു കെട്ടിടത്തിന് 1 കോടി രൂപയുടെ ഭരണാനുമതി നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മൂക്കുതല പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തത് പി നന്ദകുമാർ MLAയുടെ കാലഘട്ടത്തിലാണ്. കൂടാതെ വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി 70 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയതും ഇതേ സ്കൂളിൽ തന്നെ 13 ലക്ഷം രൂപ ചെലവിൽ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചതും ഇക്കാലയളവിലാണ്. വെളിയങ്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ 1.70 കോടി രൂപ ചെലവിൽ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയതും ഇതേ സ്കൂളിൽ 30 ലക്ഷം രൂപ ചെലവിൽ മറ്റൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തതും 25 ലക്ഷം രൂപയുടെ ക്ലാസ് റൂം ആൻഡ് ടോയ്ലറ്റ് നിർമ്മാണത്തിന് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതും എല്ലാം പി നന്ദകുമാർ MLAയുടെ നേതൃത്വത്തിലാണ്. വെളിയങ്കോടിലെ തന്നെ ഫിഷറീസ് LP സ്കൂളിന് 25 ലക്ഷം രൂപയും കൊക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും MLA നേതൃത്വം നൽകി. ക്ലാസ് മുറികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി സ്കൂളിന് നിലവിലുള്ള കെട്ടിടത്തിൽ 2ാം നിലയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. 1 കോടി 67 ലക്ഷം രൂപ ചെലവഴിച്ച് കൊക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതും ക്ലാസ് മുറികളും ശുചിമുറികളും നിർമ്മിക്കാൻ 32 ലക്ഷം ചെലവഴിച്ചതും ഇക്കാലയളവിലാണ്. പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പുതിയ ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നതിനും 2 കോടി 40 ലക്ഷം രൂപയും കൂടാതെ ലാബ് ആൻഡ് ലൈബ്രറി കെട്ടിടത്തിന് 1 കോടി രൂപയും ഹൈസ്കൂൾ ബ്ലോക്ക് കെട്ടിടത്തിന് 1 കോടി രൂപയും ചെലവഴിച്ച പദ്ധതികളെല്ലാം ഉദ്ഘാടനം ചെയ്തു. ഇതേ സ്കൂളിൽ ഹൈസ്കൂൾ ബ്ലോക്കിനായുള്ള മറ്റൊരു പദ്ധതിക്ക് 1 കോടി രൂപയുടെ ഭരണാനുമതിയും ലഭ്യമാക്കിയിട്ടുണ്ട്. തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുവാൻ 1 കോടി രൂപയാണ് അനുവദിക്കപ്പെട്ടത്. ഇതിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ലാബ് ആൻഡ് ലൈബ്രറി കെട്ടിടം 1 കോടി 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത്. തൃക്കാവ് സ്കൂളിലെ തന്നെ ഹയർ സെക്കൻഡറി ബ്ലോക്ക് കെട്ടിടത്തിന് 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. വെളിയങ്കോട് സൗത്ത് GMUP സ്കൂളിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പുതിയ ക്ലാസ് റൂം നിർമ്മിക്കുന്നതിന് MLA AP നന്ദകുമാർ മുൻകൈ എടുത്തു.